നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദനും PRO വിപിൻ കുമാറുമായിട്ടുള്ള വിഷയം, ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കാരണം 6 വർഷമായി താൻ കൂടെയുണ്ട്, അതുകൊണ്ട് താൻ ഒന്നും ചെയ്തില്ല എന്നാണ് വിപിൻ കുമാർ പറഞ്ഞത്. 6 വർഷമല്ല, ഇതിലേക്കേറെ വർഷമുണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവരെ ചതിക്കുമെന്ന് ഉറപ്പായിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. ഇങ്ങനെ ചതിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രൊഫഷണലായ രീതിയിൽ ഒരു ചതി കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ ആരെയും വിശ്വസിക്കാറില്ല. ഇപ്പം ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വന്നു, ഇത് കൂടുതലും ഫാബ്രിക്കേറ്റഡ് ആയ സ്റ്റോറിയാണ്. ഇങ്ങനെ വിപിൻ കുമാറിനെ കണ്ടതും കണ്ണാടി തല്ലി പൊളിച്ചതും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. ബാക്കി പറയുന്നതെല്ലാം തന്നെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വ്യക്തമായ രീതിയിലുള്ള മറുപടി അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ സ്പർദ്ധ വന്നത്. ഇപ്പോൾ 5-6 വർഷമായി കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെ പറ്റിക്കില്ല, ചതിക്കില്ല എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആരും എപ്പോൾ വേണമെങ്കിലും ചതിക്കാം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫീൽഡിൽ എപ്പോഴും വേണമെങ്കിലും ഇത്തരം ചതികളുണ്ടാകാം. ഇതിൽ PRO കൊടുത്ത പരാതി, ആ പരാതി വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാ ചാനലുകൾക്കും കോപ്പി കിട്ടി, എല്ലാവരും വായിക്കുന്നുണ്ട്. അത് വായിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെന്തായാലും ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി വ്യക്തമായ ധാരണയിൽ ഏതൊക്കെ പോയിന്റുകൾ ശ്രദ്ധിക്കപ്പെടണം എന്ന രീതിയിൽ എഴുതി കൊടുത്ത ഒരു പരാതിയാണ്. മുൻകാലത്ത് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് ഈ 6 വർഷമായി ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തിരിക്കുന്ന പരാതി. അതിൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയാം. 6 വർഷമായി ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 6 വർഷത്തിന് മേലെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പരാതി പറയുമ്പോൾ, ഇത്തരം ഇതിനു മുമ്പ് ആരുമായിട്ടൊക്കെ പ്രശ്നമുണ്ടാക്കി, ആർക്കൊക്കെ ഇനി ഇതിൻ്റെ പേരിൽ നമുക്ക് ഉണ്ണി മുകുന്ദന് എതിരെ ഇറങ്ങി വരാം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യക്തികളോട് ചോദിക്കാം, മറ്റൊരു വ്യക്തിയോട് ചോദിക്കാം എന്ന കൃത്യമായ രീതിയിൽ പരാതി കടുപ്പിക്കാനുള്ള ഒരു മാർഗം ഇട്ട് കൊടുക്കുന്നതാണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. വ്യത്യസ്ത മനസ്സും സ്വഭാവവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. സിനിമയിൽ താഴ്ചയില്ലാത്ത ഒരു വ്യക്തിയും വന്നിട്ടില്ല. സിനിമയിൽ അതുപോലെ അവർക്ക് ഉയർച്ചയും വന്നിട്ടുണ്ട്. ഒരു പടം വിജയിക്കും, 2 പടം വിജയിക്കും, ചിലപ്പോൾ 3ാമത്തെ പടം വലിയ രീതിയിൽ പൊട്ടും, പക്ഷെ ചിലപ്പോൾ ഒരു 4ാമത്തെ പടം അതിനെക്കാട്ടി രീതിയിൽ ജയിക്കും. പിന്നെ വർഷങ്ങളോളം ചിലപ്പോൾ അവരുടെ വിജയവർഷമായിരിക്കും, ചിലപ്പോൾ 10 വർഷത്തോളം നല്ല സിനിമ കിട്ടിയില്ല എന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും, സാമ്പത്തികപരമായ വീഴ്ചയുണ്ടെങ്കിലും, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ മോശവൽക്കരിച്ച് കാണിക്കാൻ പാടില്ല. കാരണം അത് അവിടെ എക്സിസ്റ്റ് ചെയ്തു പോകും. ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇനി എത്ര പടം ജയിച്ചാലും ശരി, ഇങ്ങനെയുള്ള ഒരാളല്ലേ എന്ന് ഒരു പക്ഷേ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും പറഞ്ഞു. കാലം മാറി, അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളുടെ മനസ്സിലെങ്ങനെ മാറ്റി കൊടുക്കാനൊന്നും കഴിയില്ല. എന്തിൻ്റെ പേരിലായാലും 6 വർഷമായി കൂടെ നിന്നിട്ട് ഒരു അടാറ് തേപ്പാണ് മുതലാളിക്ക് കൊടുത്തിട്ട് പോയത്. കാരണം ഇത്രയും കാലം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന കരിയറിൽ എവിടെയൊക്കെ ബ്രേക്ക് വന്നു അതിനൊക്കെ കാരണക്കാരായി മാറി. കാരണം പലപ്പോഴും സിനിമകൾക്കിടയിൽ ഗ്യാപ്പ് വരാൻ കാരണം ഇപ്പോൾ പുള്ളി സിനിമ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ സിനിമ ഇദ്ദേഹം ചെയ്യുന്നില്ല, ഇങ്ങനെ വിടവുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള സത്യം ഇപ്പോഴാണ് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാളികപ്പുറം സിനിമ, അതിനുശേഷം വരുന്ന മാർക്കോ, പിന്നെ ഗെറ്റ് സെറ്റ് ബേബി, അതിൻ്റെ ഒരു സിനിമയുടെ പരാജയം വന്നപ്പോഴും ഒരു പ്രൊഡ്യൂസർ ബാക്ക് ചെയ്താലോ ഒരാളെ വിളിച്ച് ഒരു PROയും വിളിച്ച് തല്ലാറില്ല. ഒക്കെ സ്വാഭാവികമാണ്. ഒരു പ്രൊഡ്യൂസർ പോയാൽ മറ്റൊരു പ്രൊഡ്യൂസർ ഒരു വീഴ്ചയുണ്ടെങ്കിൽ അടുത്ത് ഇതിനെക്കാട്ടി നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച. ഇവിടുത്തെ നമ്മളെ ബിഗ് ഗംസ് വരെയൊക്കെ വീണിട്ട് എണീറ്റവർ തന്നെയാണ്. അവരും വീണും എണീറ്റും ഒക്കെ തന്നെയാണ് വിജയങ്ങളെന്ന്. സിനിമയെ നമുക്കൊരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല, അത് വിജയിച്ചാലേ പറ്റുള്ളൂ, എത്ര നല്ല സിനിമയായാലും. അപ്പം ഒരു വ്യക്തിയെ എന്തിൻ്റെ പേരിലായാലും ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാക്കി, കുറച്ച് ആൾക്കാർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കി, അയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു പരാതിയാണെന്ന് ഇപ്പം മനസ്സിലായി. ഒരു നേരം വെളുക്കുമ്പോൾ, ഒരു സുപ്രഭാതം വിളിക്കുമ്പോൾ എത്ര സുഹൃത്തുക്കളല്ലേ, അന്ന് വരെ സുഹൃത്തുക്കളായി എത്ര ആൾക്കാരാണ് നമുക്ക് ശത്രുക്കളായി മാറുന്നത്. പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല പണി വാങ്ങിച്ച ഒരാളെന്ന നിലയിൽ നന്നായിട്ട് മനസ്സിലാകും ഏത് ഉയർന്നു നിൽക്കുന്നു. ഇപ്പോഴും തന്നെ ഏറ്റവും നല്ല രീതിയിൽ കരിയറിൽ നിൽക്കുന്നവരും സൂക്ഷിച്ചോളൂ, ഏത് നേരം വേണമെങ്കിലും കൂടെ തള്ളിയിടുന്നത്
100% 100% കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. പുറത്തുനിന്ന് ആരും നമ്മളെ ചതിക്കാൻ വരില്ല. നമ്മളെ ചതിക്കാൻ വരുന്നെങ്കിൽ നമ്മളെ കൂടെ നമ്മൾ കൊണ്ടു കിടക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും, ഒരു സംശയമില്ല. അത് എന്തുകൊണ്ട് അവരങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്.